ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ഇന്നൊരു ചിലപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാവുന്ന. അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് നല്ലോണം രാവിലെ എണീറ്റു. ഒരു 7 മണിക്ക് ഞാൻ എണീറ്റുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നല്ലോണം രാവിലെയാണ് 7 മണി, അല്ലെങ്കിൽ 8-8:15 ആവുമല്ലോ ഞാൻ എണീക്കുമ്പോൾ. ചിലപ്പോൾ 9 ആവാറുണ്ട്. അപ്പോൾ രാവിലെ ഡിംപിളിനൊരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിംപിളും ഡാഡിയും പാച്ചും കൂടിയിട്ട് പോയി. അപ്പോൾ ആ പോണതൊന്നും ഞാൻ എടുത്തില്ല, കാരണം പാച്ചു ആ നേരത്ത് എൻ്റെ കയ്യിലും പിന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ നടയിലും മെഴുതിരി കത്തിക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ ഞാൻ അത് കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വീഡിയോ തുടങ്ങാറ്. അങ്ങനെ ഡിംപിളും ഡാഡിയും മോനും കൂടിയിട്ട് പോയതിന് ശേഷം അപ്പോൾ ഞാൻ പിന്നെ കിടക്കാനൊന്നും നിന്നില്ല. ഞാൻ വേഗം ഡ്രസ്സ് മാറി മാഷെ കാണാൻ പോയിട്ടോ. അപ്പോൾ കുട്ടികളാരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. തോമും ചാക്കോച്ചനും ഡോണും ഡിവൈനും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ചാക്കോച്ചൻ എണീക്കുമ്പോഴാണ് ഡിവൈൻ താഴേക്ക് വരാറ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പി വെച്ച്, അപ്പോൾ ഡിംപിളും ഡാഡിക്കും ഡിംപിൾ തന്നെ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് കാപ്പി വെച്ച് അത് കുടിച്ചിട്ട് ഞാൻ മാഷെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊന്നും അറിയില്ല. മറ്റേ ഇതിൽ 10 മണിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ ഈ ആദ്യത്തെ നേരം വെളുക്കുമ്പോൾ ആദ്യമായിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് വരുന്നത് കുറേ ദിവസങ്ങളായിട്ടുണ്ട്. എപ്പോഴും കുട്ടികളല്ലേ എണീക്കുക. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ എണീറ്റ് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു സന്തോഷം. അപ്പം അങ്ങനെ അപ്പോൾ അവിടുന്ന് ഇപ്പോൾ വെള്ളം എടുത്ത് കളയിലൊക്കെ ഇന്ന് ഞാനാണ് ചെയ്തത് കേട്ടോ. കുറേ ദിവസങ്ങളായി ഞാൻ സത്യത്തിൽ ഇത് ചെയ്തിട്ട്. കാര്യം രാത്രി കിടന്നുറങ്ങുമ്പോൾ ലേറ്റ് ആകുമ്പോൾ രാവിലെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ ഇന്നലെ ദേ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എണീറ്റ വഴിക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലി അതെടുത്ത് ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം ഞാനത് ഒതുക്കി വെച്ചില്ല, കുട്ടികളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പാച്ചൂനാണ് അങ്ങനത്തെ ഇഷ്ടം കേട്ടോ, പാത്രങ്ങളോണ്ട് കളിക്കാൻ. ഇപ്പോൾ സംഭവം സമയമില്ല എന്നാൽ പോലും. അപ്പോൾ ഞാൻ ദേ എണീറ്റപ്പോൾ ദേ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ദേ കിയ വന്നേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എവിടെ ഉണ്ടോ അവിടെ അവർ ഉണ്ടാവും, ആരെങ്കിലും ഒരാളവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ വേഗം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം ബ്രഷ് ചെയ്ത് ബാക്കി കാര്യങ്ങൾക്ക് ഉള്ള പുറപ്പാടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടികളൊക്കെ എണീക്കണേലും ഇപ്പോൾ മാഷയെ കണ്ടിട്ട് വരാമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം, അപ്പോൾ ശരിക്കും ഒരു അനക്കം ഇല്ലാത്ത പോലെ കേട്ടോ വീട്. കുട്ടികൾ നമ്മുടെ ചാക്കോച്ചൻ ഇറങ്ങി വന്നാലാണ് വീട്ടിലെ ഒരു അനക്കം ഉണ്ടാവുക. അപ്പോൾ ഡിംപിൾ പാല് അവർക്ക് കാപ്പി വെച്ചതിന് ശേഷം ബാക്കി പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതെടുത്ത് കാച്ചി. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരം നിങ്ങൾക്ക് കാണിച്ചതില്ല, ഞാൻ ഇളം ചൂട്ടോടുകൂടി ഒറൊഴിച്ചത് കണ്ടോ, നല്ല കട്ട തൈരായി. അപ്പോൾ ചൂട് പാടില്ല എന്നാൽ തണുക്കാൻ വേണ്ട ഒരു ഇളം ചൂട് നമ്മൾ പറയില്ല, അത് അങ്ങനെ ഒഴിക്കുമ്പോഴാണ് ഇതുപോലെ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഒരു ഗ്ലാസ് കോഫി വയ്ക്കാൻ വേണ്ടിയിട്ട് കോഫി പൗഡറൊക്കെ പൊട്ടിച്ചിട്ട്, അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിലർ തിളയ്ക്കണേലിടും. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ചെയ്യും. അപ്പോൾ അവരവർക്ക് തൃപ്തി തോന്നുന്ന പോലെ അവരവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്, അതായത് ഒരു ചെറിയ ഗ്ലാസ്സും ഒരു വലിയ ഗ്ലാസ്സും വെച്ചു. ഞാൻ ഇപ്പോൾ പോണതിൻ്റെ മുമ്പ്, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്ന് പുറത്തേക്ക് പോകണം, അപ്പോൾ പോണതിന് മുമ്പ് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ആ സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാതെ പറഞ്ഞാൽ പറ്റില്ല നേരത്തെ. അങ്ങനെ ഞാൻ കാപ്പി വെച്ച് പേപ്പറൊക്കെ ഒന്ന് നോക്കി ഞാൻ നേരെ മാഷയെ കാണാൻ പോയി. അപ്പം മാഷയുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ പന്തലിട്ടു, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മാഷും ടീച്ചറും ആയതിൻ്റെ പേരിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരും കേട്ടോ. അങ്ങനെ ചെന്നപ്പോൾ ജാൻസിയെ കണ്ടു. ഞാൻ കുറേ നേരം സംസാരിച്ചു. അതുപോലെ അവിടെ മരുമകളോട് അവരോടൊക്കെ കണ്ട്, സന്തൂനെയൊക്കെ കണ്ട് സംസാരിച്ച് പോന്ന്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ പോണത് വേറെ എവിടേക്കല്ല, നമ്മളുടെ വാസന്തിയുടെ അടുത്തേക്കാണ്. അപ്പോൾ ഡാഡി പോകുമ്പോൾ തന്നെ പറഞ്ഞു, ഡോണിനോട് പറഞ്ഞു മമ്മീനെ കൊണ്ടാക്കിക്കോ, തോമു സ്കൂളിൽ പോകുമ്പോൾ കൊയ്യോടെ കൊണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഡോണും തോമും കൂടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ കണ്ടു നിറച്ച ആൾ. അപ്പോൾ ഡിവൈൻ പറയുന്നുണ്ടായിരുന്നു ഇതിന് ശേഷം 10 മണിക്ക് ശവടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, പക്ഷേ 11 മണിയൊക്കെ ആയി എന്ന് പറഞ്ഞു. പക്ഷേ നിറച്ച ആളായിരുന്നു എന്ന് പറയാം. ഡിവൈൻ പറയാം നിറച്ച്, കാരണം എല്ലാവരും ഉദ്യോഗസ്ഥരാണ് അവിടുത്തെ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് എല്ലാ ജോലിക്കാരാകുമ്പോൾ അവരുടെയൊക്കെ ഓഫീസുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വേഗം എന്താ പറയുക, ഞങ്ങൾ വാസന്തിയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഞങ്ങളുടെയൊക്കെ ഒരു സബ്സ്ക്രൈബർ ശ്രീലക്ഷ്മി, ആ മോള് ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഓൾറെഡി എത്തിയത്. അത് കഴിഞ്ഞ് ആൾക്ക് തൃശ്ശൂർ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും എപ്പോഴും പറയും, തൃശ്ശൂർ വന്നാൽ ആൻറ്റി നിങ്ങളെ കാണാണ്ട് ഞാൻ പോവില്ല, ആൻറ്റീനെ കാണണം, എനിക്കിത് എപ്പോഴും പറയും. അപ്പോൾ അത് വഴി ഞങ്ങൾ എന്ത് കാണിച്ചതെന്ന് വെച്ചാൽ വാസന്തിയെയും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ വന്ന് കയറി വർത്താനം പറഞ്ഞ് ഇറങ്ങി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി, പിന്നെ അവിടെ സംസാരിക്കുമ്പോൾ കുറേ ലേറ്റാവും. അപ്പോൾ ഇവിടെയാണെന്ന് വെച്ചാൽ ഡാഡിയും ഡോണും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യാത്ര ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് ഞാൻ വേഗം ഇവൻ്റെ കൂടെ ഡോണിൻ്റെ കൂടെ പോന്ന്. ഡാഡി പറഞ്ഞതുപോലെ ആ ബുദ്ധിയാണ് നന്നായത്. ഇറങ്ങി ഞാൻ അവിടേക്ക് പോവേണ്ടായത് കേട്ടോ. അപ്പോൾ പോണ വഴിക്കാണ് നമ്മുടെ തോമുട്ടനെ ഇറക്കണത്. അപ്പോൾ അതേ നമ്മുടെ 7th grade അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്കൂളിൽ റെഡി ആയിട്ട് ആയമാർ വെയിറ്റ് ചെയ്യുക തോമുവിനെ കാത്തിട്ട്. അങ്ങനെ നല്ല മിടുക്കനായിട്ട് ഡോണിൻ്റെ കൈ പിടിച്ച് പോണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ കൈ പിടിച്ച് കൊണ്ടുപോകണ പോലെ നമ്മുടെ മക്കൾ അവരുടെ മക്കളെ കൊണ്ടുപോകണത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ മോനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. തോമുന് അതിൽ നിന്ന് ഭയങ്കര ഒരു അഭിമാനം പോലെ അമ്മാമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പോവല്ലേ, ഭയങ്കര സ്റ്റൈലിലാണ് മൂപ്പർ പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ, അപ്പോൾ ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ നിന്ന് നേരെ പോകുമ്പോഴാണ് നമ്മുടെ ആ പോക്കറ്റ് റോഡിൽ കൂടെ അങ്ങോട്ട് കടന്നാൽ മെയിൻ റോഡിലേക്ക് കിടക്കുക. അപ്പോൾ നമ്മുടെ ബേബി സണ്ണിൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ ഞാൻ വേഗം ബേബി സണ്ണിൽ ഇറങ്ങി കുറച്ച് പേസ്ട്രിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. കാരണം ശ്രീക്ക് കുട്ടികളുണ്ട്. അപ്പോൾ പിന്നെ ഫുഡ് എന്തായാലും കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡെസേർട്ടോ എന്തെങ്കിലും ഒരു സ്വീറ്റ് വേണ്ടേ. അപ്പോൾ ഇത് വാങ്ങി വാസന്തിക്കും കഴിക്കാൻ പറ്റിയ ഞാൻ വെജിറ്റബിൾ റോളും പിന്നെ എന്തുട്ടൊക്കെയൊക്കെ വാങ്ങിച്ചു ഞാൻ കേട്ടോ. എനിക്ക് എന്തുട്ടൊക്കെയാണെന്നൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഡോണിനപ്പോൾ വാസന്തി ആൻ്റിയുടെ വീട് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ആദ്യം റൂട്ടിൽ ഇറക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞില്ല, ഞാനും വീട് കണ്ടിരിക്കാമല്ലോ, അപ്പോൾ നമുക്ക് ഞാൻ മമ്മീനെ വീട്ടിൽ തന്നെ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ വാസന്തിയുടെ വീൽക്കയറിൻ്റെ ജസ്റ്റ് സൈഡിൽ കൂടെ ഒക്കെ വഴികളുണ്ട്. ഞാൻ പക്ഷേ ഇന്നാണ് അത് അറിയണത് കേട്ടോ. ഡോണിനോട് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഞാനും അറിയുന്നത് ഇങ്ങനെ പാരലായിട്ടുള്ള റോഡ് നേരെ, അതായത് ഇവരുടെ വീടിൻ്റെ അടുത്ത് 2 അടി കഴിഞ്ഞിട്ട് നേരെ പോയി കഴിഞ്ഞാൽ അടുത്ത മെയിൻ റോഡായി, ഹൈവേ ആയി, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആ ഉള്ള സംഭവം ഞാൻ എടുത്തതാട്ടോ. വാസന്തിയുടെ അതേ മോളുടെ കല്യാണവും കാര്യങ്ങൾ, മോൻ്റെ സംഭവങ്ങൾ ഒക്കെ എന്താ പറയുക, നല്ല അടുക്കും ചിട്ടിയോട് കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് മൂത്ത മോളും ഹസ്ബൻഡുമാണ്. വാസന്തിനെ കണ്ടു. അപ്പോൾ ഈ വാസന്തിനെയാണ് ഇനി നിങ്ങൾ കാണാൻ പോണത് കേട്ടോ. വാസന്തിക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലോണം റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ ഊണ് കഴിക്കായിരുന്നു. അപ്പോൾ ഇതേ ചോറ് വെച്ചു, നല്ല ഉണക്കമാന്തൽ വറുത്തുണ്ടായിരുന്നു, പിന്നെ ബീൻസും ക്യാരറ്റും കൂടിയിട്ടൊരു തോരൻ, പിന്നെ കായുപ്പേരി, പിന്നെ സാമ്പാർ. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഭക്ഷണം. പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല, ഞാൻ എടുക്കാനും മറന്നുപോയി. അപ്പം അങ്ങനെ ശ്രീ എത്തി. ഇതാണ് നമ്മൾ കാത്തിരുന്ന കുട്ടി ശ്രീലക്ഷ്മി എന്നാണ് പേരിട്ട. ദുബായിലാണ്, 2 മക്കളാണ്. മൂത്ത ആൾക്കൊരു 4.5 വയസ്സ്, ചെറിയ ആൾക്ക് ഇതേ 1.5 വയസ്സ്. അപ്പോൾ ഞാൻ കുഞ്ഞാളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ പാച്ചുവിൻ്റെ ചായ ഉണ്ട് എന്ന് പറഞ്ഞു. മൂത്ത ആളിതേ അമ്മാമ്മേനെ പറ്റി പിടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല 2 മിടുക്ക കുട്ടികൾ. അപ്പോൾ മൂത്തോന് എന്തോ ഒരു ചെറിയൊരു അമ്മാമ്മേനെ കണ്ടതിൻ്റെയാന്ന് തോന്നുന്നുണ്ട്, അമ്മാമ്മയുടെ കൂടെയായിരുന്നു. അപ്പോൾ ശ്രീ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ശ്രീ വരാനായിട്ട്. അപ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേഗം കഴിക്കാം. അപ്പോൾ ഇത് വാസന്തിയുടെ മകളാണ് നിമ്മി. അപ്പോൾ വാസന്തിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അരിയാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് മൊത്തത്തിൽ ആൾക്ക് വയ്യ. അപ്പോൾ നിമ്മി വന്നിട്ടാണ് അതൊക്കെ ചെയ്തു കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ശ്രീക്ക് ഭക്ഷണം വിളമ്പി കൊടുത്ത് എന്താ പറയുക, ഞങ്ങൾ 2 അമ്മമാരാണ്, ഗ്രൂപ്പിലുള്ള 2 അമ്മമാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുഞ്ഞു അവയ്ക്ക് പേസ്ട്രി കൊടുത്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. മോന് വലിയ ഇഷ്ടമായില്ല. അവന് ഞാവൽപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വാസന്തി, അത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ടാണ് ഞങ്ങൾ നമ്മുടെ വീട്ടിൽ വരാണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. കാരണം അവിടെയും കുറച്ച് നേരം പറ്റുള്ളൂ, ഇവിടെയും ഇവിടെ ആകുമ്പോൾ ഞങ്ങൾ 2 പേരും ഒന്നിച്ചുണ്ടാകുമ്പോൾ കുറച്ചധികം നേരം ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അമ്മ അതേ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. ശ്രീ അമ്മ റെസ്റ്റിലാണ് ശരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ടിരിക്കണം. അങ്ങനെ കുറച്ച് നേരം കുറേ സംസാരിച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവർ യാത്ര ചെയ്തിട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് ഒരു ഫങ്ഷൻ ഉണ്ട്, മറ്റേ ഇവിടെ തൃശ്ശൂർ തന്നെ ഒരു പരിപാടിയുണ്ട്, മറ്റേ ഹൽദി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മെയിനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തോ എടുത്തപ്പോൾ എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളതാണ്, അത് നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇനി അത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇവനെ കളിപ്പിക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ നല്ല ഉണ്ട കണ്ണും നല്ല മുടിയൊക്കെ ആയിട്ട് നല്ല മിടുക്കം കുട്ടിയിട്ടാണ്. പക്ഷേ അവൻ എന്തൊക്കെയോ
ഒരു വിഷമം. അമ്മാമ്മയാണ് അവൻ്റെ ജീവൻ ഇന്ന് കാലത്ത് എത്തിയിട്ടുള്ളൂ കേട്ടോ, നാട്ടിൽ നിന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ട സന്തോഷത്തിൽ അവർ യാത്രയായി. അപ്പോൾ എനിക്കും വാസന്തിക്കും ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് ആ മോള് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാം എന്താണ് ഏതാണെന്നുള്ളത്, നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ കുട്ടികളായിട്ടപ്പോൾ അമ്മയ്ക്ക് ശരിക്ക് വയ്യെങ്കിൽ പോലും അമ്മ കുട്ടികളെയും കൊണ്ട് ശ്രീ ഒറ്റയ്ക്ക് വരണ്ടേന്ന് പറഞ്ഞിട്ട് അമ്മയും കൂടി വന്നതാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്ന് മടങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല, കാരണം എനിക്ക് ഇറങ്ങി കയറുമ്പോൾ ഇനി കാല് വേദന എടുക്കണ്ട വെച്ചിട്ട് ഞാൻ ഇറങ്ങി കയറിയില്ല. അങ്ങനെ വാസന്തിയോട് യാത്രയൊക്കെ പറഞ്ഞ് ശ്രീ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോ കുട്ടികൾ ഞങ്ങളെ കാണാൻ വരിക, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എപ്പോഴും എനിക്ക് തോന്നിയപ്പോൾ എന്തുകൊണ്ടും നന്നായി. കാരണം എനിക്കും അതെ, വാസന്തി ചോറും കറിയൊക്കെ വെച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിക്കും. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ പുറമേ നിന്ന് ഒന്ന് കഴിക്കാനായിട്ടൊരു കൊതി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പൂതിയൊക്കെ എന്താ പറയുക നിറവേറി. അങ്ങനെ നമ്മളുടെ ശ്രീ യാത്രയായിട്ടോ. അപ്പം നിമ്മി അതുവരെ ഉണ്ടായിരുന്നു. നിമ്മിക്ക് 4 മണിക്ക് എന്തോ ഒരു ഹെന്നിടാൻ എന്തോ പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ശ്രീ പറയാണ് ഡോണിനോട്, ഡിവൈനോട്, അങ്കിളിനോട്, ഡിംപിളിനോട് എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടാണ് ശ്രീ യാത്ര ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടുന്ന് അപ്പം തന്നെ ഗ്രൂപ്പിലേക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളെ കാണാനായിട്ട് ഓരോരുത്തർ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരെ യാത്രയാക്കിയതിന് ശേഷം ഞാൻ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഡാഡി ഇതിൻ്റെ ഇടയിൽ 3-4 വട്ടം വിളിച്ചു, ഞാൻ വരട്ടെ, കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും പോകുന്നതല്ലേ, ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും ശ്രീ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡാഡി വന്നു. ഞാനും ഡാഡിയും ഇറങ്ങി നമ്മളുടെ എന്താ പറയുക നേരെ പിന്നെ വീട്ടിലേക്കാണ് വന്നത്. ഞാൻ ബിസ്മിയിൽ ഇറങ്ങി കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഭയങ്കര തിരക്ക്, വണ്ടി ഇടാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ശാന്തം. മാഷയുടെ അവിടെ ശാന്തമായിട്ടിരിക്കണു. മാഷ യാത്രയാക്കി. ഇനിയിപ്പോൾ അങ്ങനെ ഒരാളില്ല. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും മാഷ പഠിക്കുക വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും എനിക്ക് ദൂരേക്ക് അങ്ങനെ വല്ലാണ്ട് കാണില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഗേറ്റിൻ്റെ അവിടെ ആദ്യം പുറത്തൊക്കെ ഇറങ്ങുമായിരുന്നു, പിന്നെ ഗേറ്റിൻ്റെ അവിടെയായി, പിന്നെ വീട്ടിലിരിക്കലായി. കുറച്ച് ദിവസമായിട്ട് കിടപ്പില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ എല്ലാം കഴിഞ്ഞു. നമ്മൾ പോകുമ്പോൾ റോഡിൽ എന്ത് തിരക്കായിരുന്നു, തിരിച്ച് വരുമ്പോൾ റോഡും ശൂന്യം, ഒരനക്കമില്ല. അങ്ങനെ ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ ചോപ്പ് ഇട്ടിട്ട് ചേട്ടനോ നീനു. അപ്പോൾ അവരെ എപ്പോഴാണ് ശ്രദ്ധിക്കണേ, 2 അറിയാണ്ട് ഇട്ട് പോയതാണ്. അപ്പോൾ 2 ചോപ്പ്. അപ്പോൾ ഞാൻ വന്നിട്ട് നോക്കിയതാണ്. അപ്പോൾ ശ്രീ കുറേ നട്ട്സും ഡേറ്റ്സും പിന്നെ എനിക്ക് 3 നൈറ്റിയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ആൻറ്റി നൈറ്റി അല്ല ആൻറ്റി ഉപയോഗിക്കുക, ആൻറ്റിക്ക് നൈറ്റി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം. അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി യൂസർ ചേച്ചിയുടെ പോലെ 1-2 പേരുണ്ട്. യൂസർ ചേച്ചി എപ്പോഴും പറയും നിങ്ങളിങ്ങനെ ഓരോരുത്തരെ വിളിച്ച് വരുത്തുന്നത് കുറേ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളാരും വിളിച്ച് വരുത്തണതോ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എടുക്കണതോ ഒന്നുമല്ല. നമ്മളെ കാണണമെന്ന് പറയണു, അപ്പോൾ നമ്മൾ ചെല്ലണു, അപ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ നമ്മൾ വാങ്ങിക്കണു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് ഒരു സംസാരവും കാര്യങ്ങളും ദയവ് ചെയ്ത് പാടില്ല കേട്ടോ, ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം ആവാം ബാക്കി കാര്യങ്ങളെന്ന്. അപ്പോൾ ഇന്ന് നല്ല മുതിരുപ്പേരി, രസം, പിന്നെ ചെമ്മീൻ തേങ്ങ കൊത്തിട്ട് ഉണക്കച്ചെമ്മീൻ വെച്ചത്, പിന്നെ മീൻ വറുത്തത്, പിന്നെ കൊള്ളിയും മുട്ടയും കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നലത്തെ ആയിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നത് ഡാഡി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ, ചായയൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നപ്പോൾ പകൽ മൊത്തം ഇതിലിരിക്കാത്തതിൻ്റെ കുറവ് ഞാൻ ഒറ്റ ഇരിപ്പിരുന്നു. അപ്പോൾ ഇന്നെന്തോ മനസ്സിന് ഒരു ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് കേട്ടോ. എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷം. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ചില ദിവസങ്ങൾ ഞാൻ തന്നെ 2 ദിവസം മുമ്പ് പറഞ്ഞില്ലേ ചില ദിവസങ്ങൾ ഭയങ്കര സങ്കടമാവുന്നു. ഞാൻ തന്നെയാണ് പറയണത്. ചില ദിവസങ്ങൾ ഭയങ്കര സന്തോഷവും മനസ്സിൽ ഭയങ്കര ഒരു നിറവ് പറയില്ലേ നമുക്ക്, എന്താ പറയുക, ഭയങ്കര സന്തോഷം തോന്നും. എനിക്ക് അങ്ങനെ പറയാൻ അറിയണുള്ളൂ. അങ്ങനെ എല്ലാവരും കിടന്നു. പാച്ചുട്ടൻ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് സ്തുതിയൊക്കെ തന്ന് പോവായി. അപ്പോൾ അവനിപ്പോൾ ഗുഡ് നൈറ്റൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഒരു കുട്ടി കുറുമ്പനാണ്, ഒരു തുള്ളി ആരുമില്ലെങ്കിൽ അവന് ഭയങ്കര കൊഞ്ചലാണ്. കുറേ നേരം ഡോണിൻ്റെ കൂടിയായിരുന്നു. ഇന്ന് പിള്ളേർസ് നേരത്തെ ഉറങ്ങിയ കാരണം ഇവന് കുറേ നേരം ഡോണങ്കിയാനെയും ഡിവൈനെയും കിട്ടി കളിപ്പിക്കാനായിട്ട്. അപ്പോൾ ഡിവൈൻ്റെ അല്ല ഡോണിൻ്റെ കൂടിയായിരുന്നു ഇന്ന് അധികം നേരം കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അവൻ പോയി കിടക്കാൻ പോയി.
അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേഗം വരാം, എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഇവർക്കുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴേക്ക് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കിടന്ന് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വന്ന് നമ്മളുടെ പാത്രങ്ങൾ ഇന്ന് എനിക്ക് ഒതുക്കാൻ പറ്റിയില്ല, ഉച്ച കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളാണ് ഇത് മുഴുവൻ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ കമത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും, കുറച്ചിങ്ങനെ പൊക്കിയിട്ട് കമത്തി വെച്ചാലേ വെള്ളം പെട്ടെന്ന് വാലുള്ളൂ, ഞാൻ എപ്പോഴും പറയും. പക്ഷേ ഇവരത് ചെയ്യാറില്ല, ഞാൻ തന്നെയാണ് അത് ചെയ്യട്ടെ. പിന്നെ അവരവിടെ കഴുകി അവിടെ വെക്കും, ഞാനാണ് എടുത്ത് കൊണ്ടുവന്നിട്ട് വെക്കുക. അപ്പോൾ അത് ഇനിയിപ്പോൾ നാളെ കാലത്ത് ഉണങ്ങുമ്പോൾ അത് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഡാഡി ഇതേ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ട് നല്ല സൂപ്പർ നേന്ത്രപ്പഴം കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വേഗം നോക്കിയപ്പോൾ ചെപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചു. അപ്പോൾ ഞാൻ പറയാം എങ്ങനെ വന്നാലും നമ്മളുടെ കൈയൊന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്കും ഒരു സന്തോഷം. അങ്ങനെ അപ്പോൾ നാളെ രാവിലേക്ക് ഇതാ കടല ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പഴങ്കഞ്ഞി ഉണ്ട് നാളേക്ക് വെച്ചേക്കണം കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. അപ്പോൾ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മതി. ഡാഡിയും പറഞ്ഞു പഴങ്കഞ്ഞി ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കഴിക്കാം, തൈര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പം മാതാവിനോട് ഇന്നത്തെ ഒരു ദിവസം സുഭിക്ഷമാക്കി തന്നതിന് നമ്മൾ നന്ദി പറഞ്ഞു. വെള്ളം വെച്ചു. അപ്പോൾ ഇന്നും കുറേ കുട്ടികൾ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി വീണ്ടും പറയണം, വെള്ളം വേറെ പ്രത്യേകതയൊന്നുമില്ല. രാവിലെ എണീറ്റിട്ട് ആ നിറഞ്ഞ പാത്രത്തിൽ വെള്ളം കാണുമ്പോൾ അത് ഐശ്വര്യ എന്ന് പറയണു, അതുകൊണ്ട് മാത്രമാണ് അത് രാവിലെ എണീക്കുമ്പോൾ അതങ്ങോട്ട് ഒഴിച്ച് കളയുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഇനിയും ഇവിടെ യുദ്ധത്തിന് ഇരിക്കുക, കാരണം ഞാനൊരു വഴിക്ക് എവിടേക്കെങ്കിലും പോയാൽ ഇരട്ടി പണി എനിക്ക്. എന്നാലും സാരമില്ല, നമുക്ക് പോകേണ്ടടുത്തൊക്കെ പോയി കുറച്ച് സന്തോഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു സുഖമില്ല. 11 ശരിക്കും 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായ കുടിക്കാം, ഇനി പാലും ഇതൊന്നും വേണ്ട, ചായ കുടിക്കാം. അപ്പം എൻ്റെ പണിയാണ് സ്ഥിരം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നമ്മളുടെ ഗ്രീൻ പീസ് എടുക്കും. അപ്പോൾ കപ്പലണ്ടി അധികം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡാഡിയോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് ആകുമ്പോൾ വലിയ ശല്യമില്ല, എന്നാൽ കുറേ കഴിക്കില്ല. അപ്പോൾ അതും ഞാൻ വിചാരിച്ചൊരു ഗ്ലാസ് ചായ വയ്ക്കുക. അപ്പോൾ 3 in 1 ഞാൻ ചായ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വാങ്ങി ഞാനും ഡാഡിയും ഞാൻ ഒറ്റ ഗ്ലാസ് വെച്ചുള്ളൂ. കാരണം ചായയല്ലേ, അത് രാത്രിയിൽ ഇനി കുടിച്ചിട്ട് ഇനി അതൊരു ഉറക്കം ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ അതൊരു ഷുഗറും സംഭവം വരണമല്ലേ. 3 in 1 ആണ്. അപ്പോൾ നമ്മൾ മറ്റേ ഷുഗർ ഫ്രീ ഒന്നും അല്ലല്ലോ ഉടനെ. അപ്പോൾ അതൊറ്റ ഗ്ലാസ് വെച്ചിട്ട് ഞാനും ഡാഡിയും കുറേശ്ശെ കുടിച്ചു, ആ ഉറക്കം ഒന്ന് പോകാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞ് നമ്മളുടെ കാര്യങ്ങൾക്കിരുന്നു. അപ്പോൾ 2 തരം വളയാണ് അപ്പോൾ നേരത്തെ കണ്ടത് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ വളയാണ് ഇത്, നമ്മളുടെ ഉണ്ണിയോളുടെ വള. ഉണ്ണിയോൾക്ക് ഗോൾഡിൻ്റെ വള, വലിയവർക്ക് വലിയ തരം വളകൾ. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് എടുത്ത് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ട പനം പോയിട്ടുള്ളത് ഇത് വാങ്ങിയ കുട്ടികൾക്കൊക്കെ മനസ്സിലാവും ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ടെന്ന്. ഇത് കാണുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും പറയും ഞങ്ങളുടെ ഉണ്ണിക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞേ കുട്ടികളുടെ അളവ് തൊട്ട് വലിയവരുടെ സൈസ് വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിപ്പോൾ ഇടത്തരം മീഡിയം സൈസ് കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാവുന്ന സാധനമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുണ്ണികളുടെ വളയാണ്. അപ്പോൾ ചിലർ കരിമണി മാത്രമായിട്ട് വാങ്ങിക്കും, അധികം ഗോൾഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ അധികം ഗോൾഡില്ല, കല്ല് മാത്രം. അപ്പോൾ കുറേ നാൾ കല്ലധികം കളർ പോവില്ലല്ലോ, ഈ ഗോൾഡ് സംഭവം വരണതല്ലേ കളർ പോവാം. അപ്പോൾ അങ്ങനെ ഉണ്ണികളുടെ കൈമ കുറേ നാളിടാൻ പറ്റും കേട്ടോ, കാരണം അവരുടെ കൈമയൊന്നും വേറെ ഒന്നും ആവണില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരേ ഡിസൈനുകളാണ്. പക്ഷേ പ്രത്യേകം ഓർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന സൈസിൽ ചിലപ്പോൾ ആ ഡിസൈൻ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഏതാണോ സൈസ് അതിലുള്ള ഡിസൈൻ എടുക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുവിധം എന്താ പറയുക, ഒരുവിധം എല്ലാതും ഉണ്ട്. എന്നാലും ഞാൻ പറയാണ്, കാരണം ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇതിലത്തെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഇത് വലിയവരുടെ സൈസാണ്, വലുത് വരെയുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ 2.10 വലിയ ആണുങ്ങളിടുന്ന വള, അതിൻ്റെ വലിപ്പം വരെയുണ്ട് കേട്ടോ. പിന്നെ ഇത് കൊളുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വലുതായാലും ഇടാൻ കൈമ വള പോലെ അവിടെ കിടന്നോളും. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ കരിമണിയുടെ വിശേഷം. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചു ഇതിൻ്റെ ഇനി കരിമണിയുടെ മറ്റേ കട്ട് ചെയ്ത് ചെയ്യണ ബ്രേസ്ലെറ്റ് ഉണ്ട്, ഇതിങ്ങനെ അത് ഉഴഞ്ഞ് കിടക്കണതാണ് കേട്ടോ. മറ്റേതൊക്കെ കമ്പിമ്മ കോർത്തുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ടുള്ള കമ്പിമ്മയുള്ളതാണ്, ഇങ്ങനെ ബ്രേസ്ലെറ്റ് പോലെ കിടക്കണതാണ്. ഇതും അങ്ങനെ തന്നെ പേള് ബ്രേസ്ലെറ്റാണ്, തളർന്ന് കിടക്കണതാണ്. ഇങ്ങനെ എന്താ പറയുക, കട്ടിയിൽ കിടക്കുന്ന സാധനമല്ല, നല്ല ബ്രേസ്ലെറ്റ് ആട്ടോ, നല്ല പേളും കാര്യങ്ങളൊക്കെയുള്ള ബ്രേസ്ലെറ്റാണ്. അപ്പോൾ പിന്നെ ആനവാലുണ്ട്, അത് ഞാൻ നാളെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഒരുവിധം സമയമൊക്കെ കഴിഞ്ഞു. സമയം നോക്കിയാൽ 1:15. ഞാൻ ഇന്ന് പുറത്ത് പോയതിന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ അത്. എന്നാലും സാരില്ല, നമുക്ക് പോകേണ്ടടുത്ത് പോവുകയും നിൽക്കേണ്ടടുത്ത് നിൽക്കുകയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അത് നമുക്ക് രാത്രി കുറച്ച് നേരം കൂടുതൽ നിന്ന് കോംപ്രമൈസ് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ കംപ്ലീറ്റ് വലിച്ച് വരി കിടക്കുക. ഇനി ഈ നേരത്ത് ഞാൻ ഒതുക്കിയാൽ ശരിയാവില്ല. ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ, നാളെ രാവിലെ ഇവന്മാർ വന്നിട്ട് വീണ്ടും ഇത് വലിച്ചിടാനുള്ളതല്ലേ, അപ്പോൾ ഇന്ന് രാത്രിയല്ല അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും പറയണ പോലെ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലായിടത്തും പനിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. എന്താ പറയുക, നമ്മുടെ മക്കളെ നോക്കുക. എല്ലായിടത്തും പനിയുണ്ട്, കേൾക്കണോടത്തൊക്കെ പനിയാണ് പറയണേ. അപ്പോൾ നമുക്ക് നാളെ കാണാം.